ശബരിമല എന്ന പുണ്യസംഗീതത്തിന്റെ വിശ്വാസ്യതയും അതുപോലെ പവിത്രതയും ഒരുപോലെ ചോദ്യം ചെയ്ത സ്വർണ്ണക്കൊള്ള കേസിൽ കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള നാടകീയ വഴിത്തിരിവുകളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശബരിമല മുൻ തന്ത്രി കണ്ഠർ രാജീവരെ പ്രത്യേക അന്വേഷണ സംഘമായ SIT അറസ്റ്റ് ചെയ്തെന്ന വാർത്ത ഭക്തലക്ഷങ്ങളെയും അതുപോലെ പൊതുസമൂഹത്തെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരത്തെ അതീവ രഹസ്യമായ ഒരു കേന്ദ്രത്തിൽ വെച്ച് SP-യുടെ നേതൃത്വത്തിലുള്ള സംഘം തന്ത്രിയെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തതിനൊടുവിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പുലർച്ചെ മുതൽ തുടങ്ങിയ ചോദ്യം ചെയ്യലിന് ശേഷം തന്ത്രിയെ പ്രതി ചേർക്കാനുള്ള കൃത്യമായ തെളിവുകളും അതുപോലെ ഗൂഢാലോചനയിൽ അദ്ദേഹത്തിനുള്ള പങ്കും അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. സന്നിധാനത്തെ സ്വർണ്ണപ്പാളികൾ മോഷ്ടിക്കപ്പെട്ട സംഭവത്തിൽ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രിക്കുള്ള അവിശുദ്ധമായ ബന്ധമാണ് ഇപ്പോൾ നിയമത്തിന് മുമ്പിൽ തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നത്. അന്വേഷണത്തിന്റെ ഓരോ ഘട്ടത്തിലും തന്ത്രി തന്ത്രപരമായി ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ചെങ്കിലും ശാസ്ത്രീയമായ തെളിവുകളുടെയും അതുപോലെ മൊഴികളുടെയും അടിസ്ഥാനത്തിൽ പോലീസ് വലമുറുക്കുകയായിരുന്നു. ADGP ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലും അനുമതിയോടെയുമാണ് ഈ നിർണായക നീക്കം നടന്നിരിക്കുന്നത്. SIT-യുടെ അതീവ രഹസ്യമായ നീക്കങ്ങളാണ് തന്ത്രിയുടെ അറസ്റ്റിലേക്ക് തന്നെ നയിച്ചതും. കേസിന്റെ തുടക്കം മുതൽ തന്ത്രി സംശയനിഴലിലായിരുന്നുവെങ്കിലും മതിയായ തെളിവുകൾ ലഭിക്കാതെ നടപടിയെടുക്കുന്ന തിരിച്ചടിയാകുമെന്ന് പോലീസിന് കരുതുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഓരോ നീക്കവും അതീവ ജാഗ്രതയോടെയാണ് ക്രമീകരിച്ചതും. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമല സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുമതി നൽകുകയും അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്തത് തന്ത്രിയാണെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ശബരിമലയിലെ ആചാരകാര്യങ്ങളിലും നിർമ്മാണ പ്രവർത്തനങ്ങളിലും തന്ത്രിയുടെ അനുമതി അത്യന്താപേക്ഷിതവുമാണ്. ഈ അധികാരം തന്ത്രി ദുരുപയോഗം ചെയ്തുവെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. തന്ത്രി ദേവസ്വം ബോർഡിൽ നിന്ന് കൃത്യമായി ശമ്പളവും ദക്ഷിണയും കൈപ്പറ്റുന്ന വ്യക്തിയായതിനാൽ അദ്ദേഹം അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുമെന്ന നിയമോപദേശം SIT-ക്ക് വലിയ കരുത്തുമായി മാറുകയും ചെയ്തു. ഒരു പൊതുസേവകൻ എന്ന നിലയിൽ തൻ്റെ പദവി ഉപയോഗിച്ച് സാമ്പത്തിക ലാഭം ഉണ്ടാക്കുകയും ക്രമക്കേടുകൾക്ക് കൂട്ടുനിൽക്കുകയും ചെയ്തതിനാണ് അദ്ദേഹത്തിന് മേൽ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള ഗൗരവകരമായ വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രിക്കുള്ള ബന്ധത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ബാംഗ്ലൂരിലെ ജലഹള്ളി ശാസ്താക്ഷേത്രത്തിൽ കണ്ഠർ രാജീവർ 15 വർഷത്തോളം തന്ത്രിയായിരുന്ന കാലത്താണ് പോറ്റിയുമായി ഈ ബന്ധം തുടങ്ങുന്നത്. 2007-ൽ കീഴ്ശാന്തിയുടെ സഹായിയായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിലേക്ക് കൊണ്ടുവന്നത് തന്ത്രിയുടെ നേരിട്ടുള്ള താല്പര്യപ്രകാരമായിരുന്നു. ജലഹള്ളിയിൽ തന്നോടൊപ്പം ഉണ്ടായിരുന്ന പോറ്റിയെ സന്നിധാനത്തെ പ്രധാന പദവികളിൽ എത്തിക്കാൻ തന്ത്രി ശ്രമിക്കുകയും ചെയ്തിരുന്നു. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാർ ഇക്കാര്യങ്ങൾ നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയത് കൂടിയായിരുന്നു. അവതാരങ്ങളെ ശബരിമലയിൽ എത്തിച്ചത് ആരാണെന്ന സത്യം കാലം തെളിയിക്കുമെന്ന് പത്മകുമാർ പറഞ്ഞത് ഇപ്പോൾ അനർത്ഥമായിരിക്കുക കൂടിയാണ്. പത്മകുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച വേളയിൽ പോലും തന്ത്രിയുടെ പങ്കിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടാതെ അന്വേഷണ സംഘം ജാഗ്രത പാലിക്കുക കൂടിയായിരുന്നു. തന്ത്രി മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ടായിരുന്നു ഈ വലിയ തരത്തിലുള്ള നീക്കങ്ങളെല്ലാം ഉണ്ടായതും. ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയ സംഭവത്തിലാണ് തന്ത്രിയുടെ പങ്ക് ഏറ്റവും കൂടുതൽ പ്രകടമാകുന്നത്. 2019-ൽ നവീകരണത്തിന് അനുമതി നൽകിയെങ്കിലും അവ പുറത്തേക്ക് കൊണ്ടുപോകാൻ താൻ നിർദ്ദേശിച്ചിട്ടില്ലെന്ന തന്ത്രിയുടെ വാദം പോലീസ് പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. സന്നിധാനത്ത് വെച്ച് തന്നെ നവീകരണം നടത്തുമെന്നാണ് താൻ കരുതിയിരുന്നെന്ന തന്ത്രിയുടെ വിശദീകരണം യുക്തിക്ക് നിരക്കാത്തതാണെന്ന് പോലീസ് കോടതിയെ ബോധിപ്പിക്കുകയും ചെയ്യും. അമൂല്യമായ സ്വർണ്ണപ്പാളികൾ സന്നിധാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ആചാരപരമായ സംരക്ഷകൻ എന്ന നിലയിൽ തന്നെ അത് തടയാൻ തന്ത്രി തയ്യാറായതുമില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ സ്വർണം പുറത്തേക്ക് കടത്താൻ തന്നെ അനുമതി നൽകിയതും. ഇതിന് പകരമായി വൻതുക കൈക്കൂലിയെ തന്ത്രി കൈപ്പറ്റിയെന്നും അന്വേഷണ സംഘത്തിനും മൊഴി ലഭിച്ചിട്ടുമുണ്ട്. വിജയ് മല്യ സമർപ്പിച്ച സ്വർണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൃത്യമായ കണക്കുകൾ ഹാജരാക്കാൻ കഴിയാത്തതും അന്വേഷണ പരിധിയിൽ വരുന്നുമുണ്ട്. പോലീസിന്റെ ലോക്കൽ അന്വേഷണത്തിന് പുറമെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറായ ED-യും കേസിൽ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകുക കൂടിയാണ്. കള്ളപ്പണം തടയൽ നിയമപ്രകാരം ED കേസെടുത്ത് അന്വേഷണം തുടങ്ങിയത് തന്ത്രിക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ നിയമക്കുരുക്കൾ ഉണ്ടാക്കുകയും ചെയ്യും. സ്വർണ്ണക്കൊള്ളയിലൂടെ ലഭിച്ച പണം കള്ളപ്പണമായി മാറ്റപ്പെട്ടോ എന്നും വിദേശ രാജ്യങ്ങളിലേക്ക് കടത്തിയോ എന്നും ED പരിശോധിക്കുന്നുണ്ട്. ക്രൈംബ്രാഞ്ച് FIR-ലെ മുഴുവൻ പ്രതികളെയും പ്രതി ചേർത്താണ് ED അന്വേഷണം നടത്തുന്നത്. തന്ത്രിയുടെയും കുടുംബാംഗങ്ങളുടെയും സാമ്പത്തിക ഇടപാടുകളും ബാങ്ക് അക്കൗണ്ടുകളും ED നിരീക്ഷണത്തിൽ കൂടിയാണ്. ഇതോടെ പോലീസ് കേസിന് പുറമെ തന്നെ ഗുരുതരമായ സാമ്പത്തിക കുറ്റകൃത്യങ്ങളും തന്ത്രിക്ക് നേരിടേണ്ടി വരും. SIT-യുടെ അടുത്ത നീക്കങ്ങൾ എന്ന് പറയുന്നതും വളരെ നിർണായകമായ രീതിയിലാണ് പോകുന്നത്. ഇവിടെ അറസ്റ്റിലായ തന്ത്രിയെ കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസിന്റെ തീരുമാനമെന്നതും. സന്നിധാനത്ത് വെച്ചും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കേന്ദ്രങ്ങളിൽ വെച്ചും തെളിവെടുപ്പുകൾ നടത്തേണ്ടതുണ്ട്. സ്വർണ്ണപ്പാളികൾ എവിടേക്കാണ് കൊണ്ടുപോയത്, അതുപോലെ പകരം വെച്ചത് കൃത്രിമ പാളികളാണോ എന്നും തുടങ്ങിയ കാര്യങ്ങളിൽ ശാസ്ത്രീയമായ പരിശോധനകൾ നടത്തുകയും ചെയ്യും. ഇതിനായി മെറ്റലർജി വിദഗ്ധനുമായ സഹായവും പോലീസ് തേടിയിട്ടുമുണ്ട്. ഇവിടെ ശബരിമലയിൽ സ്വർണ്ണപ്പാളി വിവാദം ഉയർന്നപ്പോൾ അത് ഭക്തർക്കിടയിൽ ഉണ്ടാക്കിയ വലിയ വേദന തന്ത്രി പ്രതിരോധത്തിന് ഉപയോഗിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വിശ്വാസത്തെക്കാൾ സാമ്പത്തിക ലാഭത്തിനാണ് അദ്ദേഹം മുൻഗണന നൽകിയെന്ന കണ്ടെത്തലാണ് പോലീസിനെ ഈ കടുത്ത നടപടിയിലേക്ക് പ്രേരിപ്പിച്ചിരിക്കുന്നത്. തന്ത്രിയെ പോലും
അല്ലെങ്കിൽ തന്ത്രിയെ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച ഈ വിവരങ്ങൾ, അതിനനുസരിച്ച് മറ്റ് ചില ഉന്നത ഉദ്യോഗസ്ഥർക്കും ദേവസ്വം ബോർഡ് ജീവനക്കാർക്കും ഈ തട്ടിപ്പിൽ പങ്കുണ്ടോ എന്നുള്ള അന്വേഷണവും സംഘം പരിശോധിക്കുന്നുണ്ട്. തന്ത്രിയുടെ അനുമതിയോടെ നടന്ന ഈ കൊള്ളയിൽ ഭരണസമിതിയിലെ ചിലർക്കും അറിവുണ്ടായിരുന്നു എന്നുള്ളതും സൂചനകൾ പുറത്തു വരുന്നുണ്ട്. പത്മകുമാർ നേരത്തെ നടത്തിയ ഒളിയമ്പുകൾ ഈ ദിശയിലേക്കാണ് വിരൽ ചൂണ്ടുന്നതും. മറുപടി പറയേണ്ടവർ മറുപടി പറയേണ്ടി വരുമെന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ വരാനിരിക്കുന്ന അറസ്റ്റുകളുടെ സൂചനയാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇവിടെ വലിയ തരത്തിലുള്ള കവർച്ചയാണ് ശബരിമലയിൽ നടന്നിരിക്കുന്നത്, വലിയ തരത്തിലുള്ള കൊള്ളയാണ് നടന്നിരിക്കുന്നത്. ആ കൊള്ള വലിയ തരത്തിൽ കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ ഭക്തർക്കിടയിൽ തന്നെ വലിയ തരത്തിൽ പ്രതിഷേധമുണ്ടാകുകയും അത് വലിയ തരത്തിൽ തന്നെ ആഞ്ഞടിക്കുകയും ചെയ്തത് നാം കണ്ടതാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ CPM-നേറ്റ കനത്ത തിരിച്ചടി അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ്. കാരണം വലിയ തരത്തിൽ ശബരിമല വിഷയം ചർച്ചയാക്കപ്പെടുകയും ആ ചർച്ചകൾ ഫലം കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഫലമാണ് പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് വലിയ തിരിച്ചടിയായത്. പിന്നീട് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും CPM വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്നുള്ള ഭയം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ കൃത്യമായി നടപടികൾ എടുത്തുകൊള്ളാൻ നിർദ്ദേശം കൂടി നൽകുന്ന സാഹചര്യം ഉണ്ടായി, അതായത് മൗനാനുവാദം നൽകുന്ന സാഹചര്യം കൂടി ഉണ്ടായി. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ തന്ത്രി അടക്കമുള്ളവർ അറസ്റ്റിലാകുന്നത്. ഇനിയും പത്മകുമാർ പറഞ്ഞതുപോലെ വലിയ പുള്ളികൾ, വമ്പൻ സ്രാവുകൾ ഉള്ളിലുണ്ട് എന്നുള്ളത് തന്നെയാണ് SIT കരുതുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ അന്വേഷണം ഇതേ രീതിയിൽ മുന്നോട്ട് പോയാൽ പല വമ്പന്മാരും പല സ്രാവുകളും ഉടനടി അറസ്റ്റിലാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ശബരിമലയുടെ പവിത്രത കാത്തു സൂക്ഷിക്കേണ്ടവർ തന്നെ കള്ളന്മാരായി മാറുന്നത് ഭക്തജനങ്ങൾക്കിടയിൽ തന്നെ വലിയ അമർഷവും ഉണ്ടാക്കിയിട്ടുണ്ട്. സത്യാവസ്ഥ പൂർണ്ണമായും പുറത്തു വരുന്നതുവരെ അന്വേഷണം തുടരണമെന്നും ഒരു പ്രതിയെയും രക്ഷപ്പെടാൻ അനുവദിക്കില്ലെന്നും SIT ആവർത്തിച്ച് പറയുന്നുണ്ട്. അറസ്റ്റ് രേഖപ്പെടുത്തിയ തന്ത്രി കണ്ഠരര് രാജീവരെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. ജാമ്യം ലഭിക്കാത്ത വകുപ്പുകൾ ചുമത്തിയതിനാൽ തന്ത്രിക്ക് അഴിക്കുള്ളിൽ കഴിയേണ്ടി വരും. ശബരിമലയുടെ ചരിത്രത്തിൽ ഇത് കറുത്ത അധ്യായമാണെങ്കിലും തെറ്റുകാർ ശിക്ഷിക്കപ്പെടണമെന്ന നിലപാടിൽ തന്നെയാണ് വിശ്വാസ സമൂഹം ഒന്നടക്കം. അന്വേഷണ സംഘം നടത്തിയ തന്ത്രപരമായ നീക്കങ്ങൾ ഈ കേസിനെ ഒരു പര്യവസാനത്തിലേക്ക് എത്തിച്ചിരിക്കുക കൂടിയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയും തമ്മിലുള്ള ഗൂഢാലോചനയുടെ ഓരോ കണ്ണികളും അഴിച്ചെടുക്കുന്നതോടെ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ പൂർണ്ണ രൂപം പുറം ലോകം അറിയുകയും ചെയ്യും. ED ജോയിന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം കൂടി ഊർജിതമാകുന്നതോടെ പണത്തിന്റെ ഉറവിടവും വിനിയോഗവും വ്യക്തമാവുകയും ചെയ്യും. വരും ദിവസങ്ങളിൽ കൂടുതൽ തെളിവെടുപ്പുകളും അതുപോലെ കൂടുതൽ വെളിപ്പെടുത്തലുകളും അറസ്റ്റുകളും ഉണ്ടാകുമെന്ന് തന്നെയാണ് സൂചനകൾ ലഭിക്കുന്നത്. കേരള രാഷ്ട്രീയത്തിലും സാംസ്കാരിക മേഖലയിലും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന ഒന്നായി ഈ അറസ്റ്റ് മാറിയിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് ആരൊക്കെ ഉള്ളിലാകും, ആരൊക്കെ കസ്റ്റഡിയിലാകും, ആരൊക്കെ അറസ്റ്റിലാകും, ഏതൊക്കെ നേതാക്കന്മാരാണ് ഇനി ഉള്ളിലേക്ക് പോകുന്നതെന്നും ഏതൊക്കെ നേതാക്കന്മാരാണ് ഇനി ന്യായീകരണമായി വരുന്നതെന്നും വരും ദിവസങ്ങളിൽ കാണാൻ കഴിയുകയും ചെയ്യും.